ഹായ്, ഇത് നമ്മൾ ഒരു കുട്ടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ. നമ്മളെ കല്യാണത്തിനൊക്കെ കിട്ടുന്ന നല്ല അടിപൊളി കുട്ടൻ ബിരിയാണി, സൂപ്പർ ടേസ്റ്റ് ആയി. കാരണം ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട്. ഇത് നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ 8 kg ആണ്. നമ്മൾ 1 കിലോ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ലിസ്റ്റ് ഞാൻ കൊടുക്കുക ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. ഒരു 600 മില്ലി സൺഫ്ലവർ ഓയിൽ നമ്മൾ ചട്ടിക്ക് ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തത്. അല്പം കറിവേപ്പില ഇട്ട്, ഒരു 3-4 തണ്ട് കറിവേപ്പില. ഒരു 2-3 സ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുത്ത്, വലിയ ജീരകം. 3.5 കിലോ ഉള്ളി ഇട്ട് കൊടുത്ത്. 3.5 കിലോ ഉള്ളി കട്ട് ചെയ്താണ് ഇതിന് നമുക്ക് ആവശ്യം 8 കിലോ ഉണ്ടാക്കാൻ. പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പെല്ലാ ഭാഗത്തേക്ക് എത്തട്ടെ. ഉപ്പിട്ടിട്ട് പിന്നെ ഉള്ളി വാട്ടണം എന്തിനാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിന്നുകൊണ്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. ഉപ്പിട്ട് ഉള്ളി വാട്ടിയാൽ പെട്ടെന്ന് വാടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ടിട്ട് ആദ്യം തന്നെ വേവിച്ച്. എന്നിട്ട് ഇതാ ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മളിതാ ഒരു 200 ഇഞ്ചി 200 വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചേർത്ത് കൊടുത്ത്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴാണ് നമ്മളിനി തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. ആ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറി വന്നപ്പോൾ നമ്മളിതാ തക്കാളി ചേർത്ത് കൊടുത്ത്. തക്കാളി നമ്മൾ ഇതിൽ കിട്ടുന്നത് 1.5 കിലോ തക്കാളിയാണ്. എന്നിട്ട് ഇതാ ഒരു പാക്കറ്റ് തൈര് ഇതിൽ വെച്ച് കൊടുത്ത്. ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ 400 ഗ്രാം തൈര് ചേർത്ത് കൊടുത്ത്. കുരുമുളക് പൊടി ഒരു 4-5 സ്പൂൺ ഇട്ട് കൊടുത്ത്. ഒരു 5 സ്പൂൺ ഉണ്ടാവും, കാരണം 8 കിലോനിക്കുള്ള കണക്കാട്ടാണ് പറയണത്. പിന്നെ അത് ഗരം മസാല എല്ലാം കൂടി പൊടിച്ചത് ഒരു 6-7 സ്പൂണാണ് ഇതിക്ക് നമുക്ക് ആവശ്യം. പിന്നെ അത് ഒരു ചെറുനാരങ്ങ അതിൻ്റെ നീരായിക്ക് പിഴിഞ്ഞു കൊടുക്കുക. ഈ ചെറുനാരങ്ങ ഒന്നും ഓവറാവരുത് കേട്ടോ, കാരണം നമ്മൾ തക്കാളി തൈരൊക്കെ തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു പുളി ഉണ്ടാവും. അപ്പോൾ ചെറുനാരങ്ങ ഒറ്റ ചെറുനാരങ്ങ മതി. നല്ലൊരു ഫ്ലേവർ കിട്ടാനും ഇറച്ചി പെട്ടെന്ന് വേവാനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച 8 കിലോ കട്ട് ചെയ്ത ഇറച്ചി അതിൽ ഇട്ട് കൊടുത്ത് ഒരല്പം ചപ്പ് പൊതിന അതിൻ്റെ മേലെ നന്നായിട്ടുണ്ട് വെതറി കൊടുത്ത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്. മഞ്ഞൾപ്പൊടി ആ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടി ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം മഞ്ഞ കളർ ബിരിയാണി വേണമെങ്കിൽ മഞ്ഞ കളർ ചേർത്താൽ മതി. ചില നാട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ബിരിയാണി വെള്ള കളറായിക്കാരം. പക്ഷെ അതേമാതിരി വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി അണ്ട് ഒഴിവാക്കിയാൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കുറച്ച് വെള്ളം, ഒരു 1.5 ലിറ്റർ വെള്ളം ഉണ്ടാവും നമ്മൾ ഒഴിച്ചത്. പിന്നെ അത് മതി ഇത് വെന്ത് കിട്ടാൻ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് അത് മൂടി വെച്ച് വേവിക്കുക. അതിന് അധികം മസാല ആവശ്യമില്ല കേട്ടോ. കുട്ടൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആ റൈസിക്കൊക്കെ അത് നല്ല പേസ്റ്റ് പരിവാകും. വേവിച്ച് ഈ ഇറച്ചി വെന്ത് വരുമ്പോഴത്തേന് നമ്മൾ വെച്ച ഉള്ളി തക്കാളി സാധനങ്ങളൊക്കെ നന്നായിട്ട് വെന്തുണ്ടാവും. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ഈ കുട്ടൻ ബിരിയാണി ഇങ്ങനെ വെക്കുമ്പോൾ, അതേമാതിരി ചിക്കൻ ലഗോണൊക്കെ വെക്കുമ്പോൾ ഭയങ്കര മണമായിക്കാരം. ആ മണം കണ്ട് പടർന്നിട്ട് ആളുകളൊക്കെ അറിയും നമ്മൾ വീട്ടിൽ ഈ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള വിവരം. വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. ചെറിയ ഫ്ലെയിമിൽ വേവിക്കണം കേട്ടോ. എന്നിട്ട് അത് ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ ഒട്ടി പിടിക്കും. അപ്പോൾ നമ്മളെ ബിരിയാണിൻ്റെ രുചി മാറും. മസാലയൊക്കെ ഏകദേശം ആ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട സാധനങ്ങളൊന്നും അതിൽ കാണാനില്ല. അത്രയും വെന്ത് പേസ്റ്റ് പരിവായിട്ടുണ്ട്. മസാല ഏകദേശം റെഡി ആയിക്കണ്. അപ്പോൾ നമ്മൾ ഓഫാക്കി വെക്കുക അത്. എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ഇതാ വെള്ളം ചൂടായി വരുമ്പോൾ പട്ട ഗ്രാമ്പു ഏലം കുറേശ്ശെ ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പൊടിയുപ്പാണ് ചേർക്കുന്നത്. കല്ലുപ്പ് ചേർത്ത കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞേക്കാം. നമുക്കെന്താണ് അതിൻ്റെ ഒരു അളവ് കിട്ടാത്ത കാരണം കല്ലുപ്പിട്ടാൽ ചിലപ്പോൾ കൂടുതലായിട്ട് ഉപ്പാവുകയാണ്. അപ്പോൾ നമ്മൾ പൊടിയുപ്പാണ് ഉപയോഗിക്കലില്ലേക്കും. അതിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഒരു അരമണിക്കൂറോളം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരിയാണ്. അതെടുത്തിട്ട് ഇതിക്ക്
വെള്ളം ചൂടായി വന്ന തിളച്ച വെള്ളത്തേക്ക് ഇട്ട് കൊടുത്ത്. ഇനി ഇതൊരു 60% വേവാകുമ്പോൾ നമ്മൾ ഊറ്റിയെടുക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് അടിയിലിങ്ങനെ ഒരു സൈഡിൽ മാത്രമല്ലേ തീ ഉണ്ടാവുക. ഒരു ചെറുനാരങ്ങ നീര് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. കാരണം വറ്റി പൊട്ടാതിരിക്കാനും ഈ റൈസ് ഇങ്ങനെ പൊട്ടാതിരിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാകത്തിന് വേവായിട്ടുണ്ട്. അതങ്ങനെ അങ്ങോട്ട് നെക്കി നോക്കുമ്പോൾ അങ്ങോട്ട് പെട്ടെന്നാണ് നെങ്ങി പോവാത്ത രീതിയിലുള്ള ആവുമ്പോൾ നമ്മളതുകൊണ്ട് ഊറ്റിയെടുക്കുക. ഫുള്ളായിട്ട് ഊറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലേൻ്റെ മേലേക്ക് ഒരു ലെയർ ആണ്ട് ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പരത്തി ലെവലാക്കിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ അതിൻ്റെ മേലെ വിതറാണ്ട്. ഒന്ന് പരത്തി കൊടുക്കുക. നല്ല ചൂടായി കാരം. എന്നിട്ട് നമ്മൾ പൈനാപ്പിൾ, ക്യാരറ്റ്, മല്ലിച്ചപ്പ്, പുതിനയില ഇതെല്ലാം കൂടി അരിഞ്ഞ് വെച്ചതുണ്ടായിരുന്നു. അതതിൻ്റെ മേലെ വിതറിക്കൊടുത്ത് അതിന് പുറമെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയുണ്ട്, കുറച്ച് വറുത്തെടുത്ത ഉള്ളി, അതേമാതിരി അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം കൂടി അതിൻ്റെ മേലെ ഒന്ന് വിതറിക്കൊടുക്കുക. വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ മേലെ ഗരം മസാല പൊടിച്ചത് കുറച്ചിട്ട് കൊടുക്കുക. കാരണം നമ്മൾ മസാലയിൽ തന്നെ ധാരാളം ഇട്ട കാരണം പിന്നെ ഇവിടെ ഇടായിയാണ്. അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കുക. എത്രയാണ് ചോറുള്ളത് അതിൻ്റെ പകുതി ആദ്യം മസാലയൊക്കെ ഇടുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിതറുക. എന്നിട്ട് ഒന്നും കൂടെ ബാക്കിയുള്ള ചോറ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇതിൻ്റെ മേലെ വയ്ക്കുന്നത്, വറ്റുകൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു അല്പം 6 kg എന്ന് പറഞ്ഞാൽ നെയ്യിട്ടാ. ബിരിയാണി നെയ്യ് 6 kg മാത്രമല്ല, പലതും കിട്ടും. മിൽമൻ്റെ ഒക്കെ നല്ല ബിരിയാണി സ്പെഷ്യൽ നെയ്യുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് കനലിട്ട് ദമ്മിട്ട് കൊടുക്കുക. നന്നായിട്ട് കനലിടുക. നമ്മൾ 60% വേവിലാണ് ഈ അരി ഊറ്റിടുന്നത്. ബാക്കി 40% ഈ ദമ്മിൽ കിടന്ന് വേവും. ഒരു 1.5 മണിക്കൂർ ഈ തീ അതിൻ്റെ മേലെ കിടന്നോട്ടെ. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പൊട്ടിച്ചാൽ മതി ചോറ്. ദമ്മ് പൊട്ടിക്കുക എന്നല്ലേ. അപ്പോൾ ഇതാ എന്നിട്ട് നമ്മൾ ദമ്മൊക്കെ കനലൊക്കെ മാറ്റി ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ബിരിയാണി ഇപ്പോഴാണ് ബിരിയാണി ആ അടിയത്തെ മഞ്ഞ കളറൊക്കെ ഇങ്ങോട്ട് മേലേക്ക് ഇങ്ങോട്ട് വരും. ഈ ബിരിയാണി അപ്പോൾ എന്താ അടുത്ത പെരുന്നാക്കൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. സൂപ്പർ ടേസ്റ്റ് ആയിക്കാരം. നല്ല രസമുള്ള ബിരിയാണിയാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കളി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ബിരിയാണി തിന്ന് പോകുമ്പോൾ നിങ്ങളെ അയൽവാസിയുള്ള ആളുകൾ നിങ്ങളെ മുഖത്തുള്ള ചിരി കണ്ടാൽ അപ്പം ഉറപ്പായിട്ടും ചോദിക്കും നിങ്ങളെ വീട്ടിൽ നിന്ന് കുട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കണല്ലേ എന്ന്. കാരണം അത്രക്ക് ടേസ്റ്റാണ്. ആ ഒരു ഫീല് മുഖത്ത് കണ്ട് കാണാം. അടിപൊളി ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഫേസ്ബുക്കിൽ കൂടെ എന്നെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേജൊന്ന് ലൈക്ക് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ.